മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് ഡ്രൈവറോട് കയർത്ത സംഭവത്തിൽ ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുത്ത സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പരാതിയിൽ അന്വേഷണം നടത്താനാണ് കമ്മീഷന്റെ ഉത്തരവ്. കൂടുതൽ വിവരങ്ങളുമായി MK വിനോദ ചേർന്നുണ്ട്. വിനോദ, ഒരുപക്ഷെ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഡ്രൈവർ യദുകൃഷ്ണനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നൽകിയ പരാതിയിൽ കേസെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ ഇനി കൃത്യമായ അന്വേഷണം ഉണ്ടാകുമോ എന്നാണ് ഉയരുന്നൊരു ചോദ്യം. തീർച്ചയായും വിശ്വ നമുക്കറിയാം, ഈ സംഭവത്തിൽ KSRTC ബസ് കവടിയ KSRTC ഡ്രൈവറോട് മോശമായി പെരുമാറിയ സംഭവത്തിൽ വളരെ തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് പോലീസ് കൈക്കൊണ്ടത്. പോലീസ് മേയർ നൽകിയ പരാതിയിൽ യദുകൃഷ്ണനെതിരെയാണ് കേസെടുത്തത്. മേയറോട് മോശമായി പെരുമാറി, MLA യോട് മോശമായി പെരുമാറി എന്നുള്ള കാര്യത്തിൽ യദുകൃഷ്ണനെതിരെ കേസെടുക്കുകയും KSRTCയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായതിനെ തുടർന്ന് അദ്ദേഹം താൽക്കാലിക ഡ്രൈവർ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന് ആ ജോലി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ സമാനമായ നിലയിൽ മോശമായി പെരുമാറി അല്ലെങ്കിൽ വാഹനം തടഞ്ഞു തുടങ്ങിയ പരാതി യദുകൃഷ്ണൻ പോലീസിൽ നൽകിയിരുന്നു. പോലീസ് ഇന്നവരെ യദുകൃഷ്ണൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പോലീസ് മേധാവികൾക്കടക്കം നേരിട്ട് പരാതി കൊടുത്തിട്ടും ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അപ്പോഴാണ് യദുകൃഷ്ണൻ അന്ന് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ തുടർ നടപടി കൈക്കൊള്ളുന്നത്. യദുകൃഷ്ണന്റെ പരാതിയിൽ അന്വേഷണം നടത്താനുള്ള ഉത്തരവാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായി ഇനി പോലീസിന് ഇതിന്മേൽ റിപ്പോർട്ട് നൽകിയ മതിയാകുള്ളൂ. മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനോട് എന്ത് നടപടി സ്വീകരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ തുടർ ദിവസങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പോലീസിന് ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിച്ചേ മതിയാകുള്ളൂ. ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സംവിധാനം എന്നുള്ള നിലയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചത് ആശാവഹമായ ഒരു കാര്യം തന്നെ എന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. വിഷ്ണു, വിനോദ, ഒരുപക്ഷെ നമുക്കറിയാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തെളിവായിരുന്നു ആ KSRTC ബസ്സിലെ CCTV ദൃശ്യങ്ങൾ. ഒരുപക്ഷെ അത് കിട്ടാത്തിടത്തോളം കാലം യദുകൃഷ്ണന് നീതി എന്ന് പറയുന്നത് അകലെ തന്നെയല്ലേ? തീർച്ചയായും യദുകൃഷ്ണന് അത്ര പെട്ടെന്നൊന്നും നീതി ലഭിക്കുകയില്ല. കാരണം അതിന്മേൽ യദുകൃഷ്ണൻ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കണമെങ്കിൽ ആ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് അടക്കമുള്ള തെളിവുകൾ ലഭിക്കേണ്ടതുണ്ട്. പക്ഷെ മെമ്മറി കാർഡ് ലഭിക്കാതെ വന്നിരിക്കുന്നു. അപ്പോൾ യദുകൃഷ്ണന് തന്റെ വാദങ്ങൾ നിരത്തുന്നതിന് ആവശ്യമായ തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത് വലിയ കടമ്പ തന്നെയാണ്. അതുകൊണ്ട് യദുകൃഷ്ണൻ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടു എങ്കിൽ പോലും അതിന്മേൽ യദുകൃഷ്ണന് എത്രമാത്രം വിജയിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. പക്ഷേ മേയർക്കെതിരെയും അല്ലെങ്കിൽ മേയർ MLA എന്നിവരോട് മോശമായി പെരുമാറി എന്നുള്ള തരത്തിലുള്ള കേസിന്മേൽ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് പോലീസ് മുന്നോട്ട് പോകുന്നുമുണ്ട്. നമുക്കറിയാം അത് ഭരണപക്ഷത്തിന്റെ സ്വാധീനം അതിനകത്തുണ്ട്. പക്ഷേ യദുകൃഷ്ണന് നീതി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറയുന്നു. കാരണം യദുകൃഷ്ണന് ഇതിന് ഉപോത്ബലകമായിട്ടുള്ള ഹാജരാക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. വിഷ്ണു, വ്യക്തമാണ്. വിനോദാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.